ഒന്നാണ് ഇടവക അംഗങ്ങൾ ഉന്നത നിലയിൽ എത്തിച്ചേരുക എന്നുള്ളത്. ഇന്ന് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു വ്യക്തിയെയാണ്. നമ്മുടെ ഇടവകയുടെ യശസ് ഉയർത്തിയ കണ്ണൂർ ജില്ലാ ഡെപ്യൂട്ടി കളക്ടർ ശ്രീമതി ലിറ്റി ജോസഫ് കുരിശിങ്കലിനെ ഉദ്ഘാടന പ്രസംഗത്തിനായിട്ട് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയ ബഹുമാനപ്പെട്ട വല്യച്ഛ, കൊച്ചച്ഛ, വേദിയിലുള്ള മറ്റു വിശിഷ്ട വ്യക്തികളെ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, വല്യച്ഛനും കൊച്ചച്ഛനും ഒക്കെ സൂചിപ്പിച്ചതുപോലെ യോഹന്നാൻ മാഗ്ദാനയുടെ നാമധേയത്തിലുള്ള നമ്മുടെ ദേവാലയ ഇടവകയ്ക്ക് ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഇപ്പോൾ ഇവിടെ ആയിരിക്കാൻ സാധിച്ചതിൽ എനിക്കും ഒത്തിരി സന്തോഷം തോന്നുന്നു. ഒപ്പം വേദി പങ്കിടാനായിട്ട് എന്നെ ക്ഷണിച്ചതിന് അച്ഛന്മാരോടും ഇതിൻ്റെ കമ്മിറ്റി അംഗങ്ങളോടുമുള്ള സന്തോഷവും നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. ഇടവക ദിനത്തിൻ്റെയും കുടുംബ കൂട്ടായ്മ വാർഷികത്തിൻ്റെയും ഒക്കെ മംഗളങ്ങൾ ആദ്യമായി തന്നെ ഞാൻ എല്ലാവർക്കും നേരുന്നു. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് എല്ലാ പ്രാസംഗികരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കുടുംബങ്ങളുടെ സംഗമമാണ് ഇന്നിവിടെ നടക്കുന്നത്. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പറഞ്ഞത് കുടുംബങ്ങളുടെ കുടുംബം എന്നാണ് ഇടവകയെ വിശേഷിപ്പിച്ചത്. അതായത് കുടുംബാംഗങ്ങൾ ഒത്തൊരുമിച്ച് എങ്ങനെ സ്നേഹത്തോടെ അനുകൂല പ്രതികൂല സാഹചര്യങ്ങളിൽ മുന്നേറുന്നുവോ അതുപോലെ ഇടവക ജനങ്ങളെല്ലാം ഇടവകയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ആത്മീയ നായകന്മാർ നമുക്ക് വല്യച്ഛൻ, കൊച്ചച്ഛൻ, അതുപോലെ സിസ്റ്റേഴ്സ്, സോൺ ലീഡേഴ്സ്, അങ്ങനെ എല്ലാവരുടെയും വളരെ മികച്ച പ്രവർത്തനങ്ങളാണ് ഇടവകയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വിശ്വാസപരമായിട്ടും ആത്മീയമായിട്ടും ഒക്കെ വളരെ നല്ല സന്ദേശങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ. വളരെ കുറച്ച് എനിക്ക് സഹകരിക്കാനായിട്ടുള്ളൂ. കണ്ണൂർ ജില്ലയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. 2 ആഴ്ച കൂടുമ്പോഴൊക്കെയാണ് വീട്ടിൽ വരുന്നത്. അപ്പോൾ ആ വരുന്ന സമയത്താണ് പള്ളിയുമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ചെങ്കിലും സഹകരിച്ച് പോകാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ മനസ്സിലാക്കുന്നിടത്തോളം വളരെ നല്ല പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. വ്യക്തികളുടെ ഉന്നമനത്തിൽ നിന്നാണ് കുടുംബങ്ങളുടെ ഉന്നമനം ഉണ്ടാകുന്നത്. കുടുംബത്തിൽ നിന്നാണല്ലോ കൂട്ടായ്മകളൊക്കെ ഉണ്ടാകുന്നത്. കൂട്ടായ്മ ശരിക്കും ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരു ചൈതന്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ള ഒരു പരിശ്രമത്തിലാണ് കൂട്ടായ്മകൾ ഉണ്ടായിട്ടുള്ളത്. ആദിമ ക്രൈസ്തവ സമൂഹം വിശ്വാസികൾ ഒന്നായി ചേർന്നാണ് ഉണ്ടായത്. അവർ പ്രാർത്ഥനയിലൂടെയും ശുശ്രൂഷകളിലൂടെയും ഒക്കെയാണ് അത് നേടിയതും നിലനിർത്തിയതും എന്നൊക്കെ നമ്മൾ ബൈബിൾ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഇടവകാതിർത്തിയിലുള്ള എല്ലാ കുടുംബങ്ങളെയും, അതായത് വിശ്വാസികളായ ക്രൈസ്തവ വിശ്വാസികളായ എല്ലാ കുടുംബങ്ങളെയും ഒരുമിച്ച് ഒരു സ്നേഹ സമൂഹമായിട്ട് വളർത്തിയെടുക്കാനുള്ള ഒരു സഹായിക്കുന്ന ഒരു സംവിധാനമാണ് കൂട്ടായ്മ. കൂട്ടായ്മ നമ്മുടെ വിശ്വാസ പ്രഘോഷണത്തിൻ്റെ ഒരു പ്രധാന ഭാഗം കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇടവകാംഗങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം സഹകരിച്ച് സ്നേഹത്തിലും ഐക്യത്തിലും നമ്മുടെ ആത്മീയ നായകരും മറ്റ് സിസ്റ്റേഴ്സും എല്ലാവരും പകർന്നു തരുന്ന വിശ്വാസം നിലനിർത്തിക്കൊണ്ട് പോകാൻ, വ്യക്തിപരമായ വിശ്വാസവും പകർന്നു കിട്ടുന്ന വിശ്വാസവും നിലനിർത്തിക്കൊണ്ട് പോകാനാകട്ടെ. അതിന് വഴിയൊരുക്കുന്ന പ്രവാചകൻ്റെ മധ്യസ്ഥത പ്രാർത്ഥനയാൽ നമുക്കതിന് നമ്മുടെ മറ്റുള്ളവരുടെ വഴി ഒരുക്കാനായിട്ട് നമുക്കൊരു ഭാഗമാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്ന് ഈ ഇടവക ദിനത്തിൻ്റെയും കുടുംബ കൂട്ടായ്മ വാർഷികത്തിൻ്റെയും പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ഈ സമ്മേളനം തിരിതെളിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ശ്രീമതി ലിറ്റി ജോസഫ് കുരിശിങ്കലിനെ ക്ഷണിക്കുന്നു. ഈ തിരിതെളിക്കൽ ഈ വർഷത്തെ നമ്മുടെ ഇടവക ആഘോഷങ്ങളുടെ ഒരു ആരംഭം കൂടിയായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
ഈ സമ്മേളനത്തിന് ആശംസകൾ നേർന്ന് സംസാരിക്കുന്നതിനായി നമ്മുടെ ഇടവകാംഗമായ ഫാദർ ജോൺസൺ പരീപ്പനാലച്ചനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട വികാരിച്ച കൊച്ചച്ച, വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട ഇടവകാരെ, ഇന്നത്തെ ദിവസത്തെ എല്ലാ മംഗളങ്ങളും ആശംസകളും ഏറ്റവും സ്നേഹപൂർവ്വം നേരുകയാണ്. വടകര ഇടവകയെ സംബന്ധിച്ചിടത്തോളം പൗരാണികത നിറഞ്ഞു നിൽക്കുന്ന ഒരിടവകയാണെന്ന് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരിടവകയാണ്. നമ്മുടെ പൗരാണികതയുടെ അടയാളമായ ചെണ്ടപ്പുരയുടെ മുറ്റത്താണ് നമ്മളെല്ലാവരും കൂടിയിരിക്കുക. ഇടവക്കാരായ നമുക്കെല്ലാവർക്കും സന്തോഷം തരുന്ന ദിവസമാണ്. വിശാലമായ ഇടവകയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, വിവിധ കൂട്ടായ്മകളിൽ നിന്ന് വന്ന് ഒരുമിച്ച് കൂടി നമ്മുടെ സന്തോഷം കലാപരിപാടികളായിട്ടും അതുപോലെ തന്നെ സ്നേഹവിരുന്നായിട്ടുമൊക്കെ ആസ്വദിക്കുന്ന ഈ സുദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു. അതോടൊപ്പം ഒരു ഇടവക എന്ന് പറയുന്നത് എൻ്റെ ഒരു നോട്ടത്തിൽ ഒരു ക്ലോക്ക് പോലെയാണ്. ക്ലോക്കിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൃത്യമായ ഒരു സമയമാണ്. അത് എവിടെയാണേലും കൃത്യത അനിവാര്യതയാണ്. ക്ലോക്കിൻ്റെ കാണപ്പെടുന്ന ഭാഗമെന്ന് പറയുന്നത് അതിൻ്റെ ഫ്രെയിമും 3 സൂചികളും അക്കങ്ങളുമൊക്കെ ആണെങ്കിലും നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഉപകരണങ്ങൾ, ബാറ്ററി അടക്കം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഈ ക്ലോക്ക് കൃത്യതയോടെ സമയം നമുക്ക് കാണിക്കുക. അതുപോലെ ഓരോ ഇടവകയും അതിൻ്റെ എല്ലാ ഇടവകാംഗങ്ങളും ഒരുമിച്ച് ഒരേപോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അൾത്താര എന്ന വലിയ ഒരു ബാറ്ററി പവറിൻ്റെ ചർച്ചയോടെ അത് കൃത്യത കാണിക്കുകയും ചെയ്യുമ്പോഴാണ് ആത്മീയമായിട്ടും ഭൗതികമായിട്ടുമൊക്കെ ഒരു ഇടവക ഭംഗിയായിട്ട് മുന്നോട്ട് പോവുക. ഇടവകക്കാരും അതുപോലെ തന്നെ പുറത്തുള്ളവരും എല്ലാവർക്കും അത് ആസ്വദിക്കാനും അനുഭവിക്കുവാനുമുള്ള ഓരോ അവസരങ്ങളാണ് തിരുനാളുകൾ, അതുപോലെ തന്നെ ഇതുപോലുള്ള വലിയ ആഘോഷങ്ങളൊക്കെ. ഇതൊക്കെ ഒരു ഇടവകയുടെ വലിയ സന്തോഷത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും ആഘോഷമാണ്. ഈ ആഘോഷത്തിൻ്റെ എല്ലാവിധ നന്മകളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ഏറ്റവും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു അച്ഛാ. ഒരു ഗാനവുമായി ഡെൽബിൻ വേദിയിൽ.
എന്തു ഞാൻ ചെയ്യും നിൻ ത്യാഗത്തിൻ വിലയായി എന്തു നൽകിടും എന്തൊരത്ഭുതമാ ഇതെന്തൊരത്ഭുതമാ ദൈവമെൻ കൈകളിൽ നാവിലിന്നിതാ കാലികൾക്കു നടുവിൽ നീ പിറന്നുവല്ലോ എൻ കുറവുകൾക്കു നടുവിൽ നീ പിറന്നിടുമോ കാലികൾക്കു നടുവിൽ നീ പിറന്നുവല്ലോ എൻ കുറവുകൾക്കു നടുവിൽ നീ പിറന്നിടുമോ കാലിത്തൊഴുത്തിനേക്കാൾ കറകളുണ്ടേലും എൻ ഹൃത്തടത്തിൽ വാഴുവാൻ നിനക്കെന്നുമിഷ്ടം എന്തൊരത്ഭുതമാ ഇതെന്തൊരത്ഭുതമാ ദൈവമെൻ ഹൃത്തിലായി ഇന്നും വാഴുന്നു ആരാധന മാത്രമേ പാടാനുള്ളൂ നന്ദി മാത്രമേ ഇന്നു പറയാനുള്ളൂ ആരാധന മാത്രമേ പാടാനുള്ളൂ നന്ദി മാത്രമേ ഇന്നു പറയാനുള്ളൂ എന്തൊരത്ഭുതമാ ഇതെന്തൊരത്ഭുതമാ ദൈവമെൻ ഉള്ളിലായി എന്നും വാഴുവാൻ താങ്ക് യു ഡെൽവിൻ. ആശംസാ പ്രസംഗത്തിനായി നമ്മുടെ ഇടവകാംഗമായ എക്സൈസ് ഇൻസ്പെക്ടർ ജോണി അഗസ്റ്റിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട വികാരി അച്ഛ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, വേദിയിലിരിക്കുന്ന മഹനീയ വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള സഹോദര സഹോദരന്മാരെ, സ്നേഹമുള്ള കുഞ്ഞുമക്കളെ, നാം ഇന്ന് നമ്മുടെ ഇടവകയാവുന്ന കുടുംബത്തിൻ്റെ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കുകയാണ്. വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി എല്ലാവരും വാർഷികാഘോഷത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നു, കൂട്ടായ്മയിലൂടെ മാത്രമാണ് നമുക്ക് ഉയർന്നു വരാൻ സാധിക്കുന്നത്. ഒരു വ്യക്തി മാത്രമായിട്ട് നമുക്ക് നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് വളരാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയുടെ ഈ സുദിനത്തിൽ എല്ലാവർക്കും അതിൻ്റെ ആശംസകൾ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നേരുന്നു. ഞാൻ ഒരു കാര്യം മാത്രം നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇടവക എന്ന ആ കൂട്ടായ്മയിൽ, ആ കുടുംബത്തിൽ നമ്മൾ ഓരോരുത്തരും അംഗങ്ങളാണ്. ആ ഇടവകയിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒത്തൊരുമയോടെ പ്രവർത്തിച്ചുകൊണ്ട് ആ ഇടവകയുടെ കൂട്ടായ്മയിൽ ഒരുമിച്ച് വളർന്നുകൊണ്ട് നമ്മുടെ സഭയാകുന്ന മാതാവിനോടൊപ്പം നിന്നുകൊണ്ട് നമുക്ക് നമ്മുടേതായ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ സഭയുടെ വളർച്ചയ്ക്കും സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും വേണ്ടി പ്രയത്നിക്കണം. നമ്മൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കുടുംബത്തിൻ്റെ വളർച്ച മാത്രമല്ല സമൂഹത്തിൻ്റെ വളർച്ച കൂടിയാണ്.
നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമുക്ക് നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ സമൂഹത്തിന് ദോഷം ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിവെക്കുവാനും നമുക്ക് ഒരുമിച്ച് നിന്ന് നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം. ഞങ്ങൾ പലപ്പോഴും പല ഫീൽഡിലും പോകുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഉള്ള പ്രശ്നങ്ങൾ കാരണം പല കുട്ടികളും പ്രത്യേകിച്ച് ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന കുട്ടികളെ കാണുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്ന ഒരൊറ്റ കാര്യം, എൻ്റെ കുടുംബത്തിൽ സമാധാനമില്ല, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എനിക്ക് സമാധാനം കിട്ടുന്നില്ല, എൻ്റെ വീട്ടിൽ ആരും എന്നെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ പല പ്രശ്നങ്ങളും നമ്മുടെ കുട്ടികൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാറുണ്ട്. നമ്മൾ ആദിമ ക്രൈസ്തവ സമൂഹം ഒന്നിച്ച് ഒരുമയോടുകൂടി പ്രവർത്തിച്ചിരുന്നു. പരസ്പരം സഹകരിച്ചും പരസ്പരം സ്നേഹിച്ചും പരസ്പരം പ്രാർത്ഥിച്ചും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചും ആദിമ ക്രൈസ്തവ സഭ ഒരുമിച്ച് വളർന്നിരുന്നു. ആ കാലഘട്ടത്തിലേക്കുള്ള തിരിച്ചുവാക്കാണ് ഇത്തരത്തിലുള്ള കൂട്ടായ്മകളും. പല മേഖലകളായി തിരിച്ച് മേഖലകളിൽ തിരിച്ച് നമ്മുടെ കുടുംബ കൂട്ടായ്മകളിലെ മത്സരങ്ങൾ നടത്തുകയുണ്ടായി. എല്ലാ നല്ല കലാകാരന്മാരെ വളർത്തിയെടുക്കാനുള്ള ഒരു അവസരമാണിത്. നമ്മൾ കൂടുതൽ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമുക്ക് എക്സ്പ്ലോസ് ചെയ്യാനുള്ള അവസരങ്ങൾ വളരെ കുറവായിരുന്നു. ഇപ്പോൾ നമ്മുടെ അച്ഛന്മാർ പല കാര്യങ്ങൾക്കും നമുക്ക് സഹായിക്കുന്നുണ്ട്, നമ്മുടെ കുട്ടികൾക്കുള്ള അവസരങ്ങൾ കിട്ടുന്നുണ്ട്. ആ അവസരങ്ങൾ കൃത്യമായി വിനിയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ വളരുവാൻ, നമ്മുടെ സമൂഹത്തിന് ഉത്തമ പൗരമായി വളരുവാനുള്ളൊരു അവസരമാണ് ഇത്. ഒരു സമുദായത്തിനും ഒറ്റയ്ക്ക് നിന്ന് മുന്നേറാൻ പറ്റുകയില്ല. ഒരു രാഷ്ട്രത്തിൻ്റെ ഉന്നമനം എന്ന് പറയുന്നത് കൂട്ടായ പ്രവർത്തനങ്ങളുടെ സകല സമുദായങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു രാഷ്ട്രത്തിന് അതിൻ്റെതായ ഉന്നതിയിലേക്ക് വരാൻ സാധിക്കുന്നത്. നമ്മൾ പല കാര്യങ്ങളും നമ്മളിവിടെ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്, നമ്മുടെ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് നയിക്കുമ്പോൾ നമുക്ക് ഒരു സന്തോഷവും സ്നേഹവും ഒത്തൊരുമയും ഉണ്ടാവുകയാണ്. പല കുട്ടികളും പല കാര്യങ്ങളിലും നമ്മളോട് പറയുന്നത് ഈ കൂട്ടായ്മയുടെ അഭാവത്തിൽ പല കാര്യങ്ങളും അവർ ചെയ്തു പോകുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഈ പല കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, നമ്മൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന കുട്ടികളെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അവർ പറയുന്നത് ഈ കുടുംബത്തിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ മൂലം അവർക്ക് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രമല്ല, അത് പൈസയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ചില വാഹനം വാങ്ങിക്കുന്നതിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അവർ പൈസ ഉണ്ടാക്കുന്നതിനായിട്ട് വീട്ടിൽ നിന്ന് പൈസ കൊടുക്കാതെ, മാതാക്കന്മാർ ശ്രദ്ധിക്കാത്ത പല കുട്ടികൾ ഈ ലഹരി വസ്തുക്കൾ കൈകാര്യം ചെയ്യുകയും കൈമാറ്റം ചെയ്യുകയും അതിന് അടിമകളായി തീരുകയും ചെയ്യുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ ലഹരി വസ്തുക്കളിൽ നിന്ന്, അങ്ങനെയുള്ള മാരകമായ വിപത്തുകളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കുന്നതിന് നമ്മുടെ മാതാപിതാക്കന്മാർ, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിൽ തന്നെ, അതായത് ഒരു 10 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് നമ്മൾ കൃത്യമായി നിരീക്ഷിച്ച് കൃത്യമായി അവരെ നമ്മുടെ വരുതി നിർത്തിക്കൊണ്ട് ഈ ലഹരി വസ്തുക്കളിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഒരു തൻ്റെ ഇടം നമ്മുടെ രക്ഷാകർത്താക്കൾ കാണിക്കണം. അല്ലെങ്കിൽ നമുക്ക് കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഞങ്ങൾ പല കേസുകൾ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ഈ കുട്ടികൾ ഒരു 11, 12, 13 വയസ്സ്, അതായത് ഒരു 15 വയസ്സ് താഴെ ഈ ലഹരി വസ്തുക്കൾ പലപ്പോഴും ഉപയോഗിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ തന്നെ അവരെ കൃത്യമായി വാച്ച് ചെയ്യുന്നില്ല. ചില കുട്ടികൾ ബാഗിനകത്ത് തന്നെ അവരെ യൂണിഫോം മാറ്റിയിട്ട് സിവിൽ ഡ്രസ്സ് വെച്ചുകൊണ്ട് പല സ്ഥലങ്ങളിൽ, നമ്മുടെ അടുത്തുള്ള കൂരുമല, അതുപോലെ തന്നെ അരീക്കൽ വെള്ളച്ചാട്ടം, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പട്രോളിംഗ് നടത്തുമ്പോൾ കാണുന്നത് അവരുടെ യൂണിഫോം ഈ ബാഗിനകത്ത് വെച്ചിട്ട് അവർ വീട്ടിൽ നിന്ന് പോരുകയാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മുടെ കുട്ടികളുടെ ബാഗുകൾ നമ്മൾ ചെന്ന് ചെക്ക് ചെയ്യുകയും അത് ലഹരി വസ്തുക്കൾ അവർ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുകയും ചെയ്യുക. ചില കുട്ടികളുടെ ബാഗുകളിൽ ചില സിഗരറ്റിൻ്റെ, അതുപോലെ തന്നെ ഈ ലാമ്പുകൾ, അതുപോലെ തന്നെ ചില ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന OCB പേപ്പറുകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഇടയ്ക്ക് എടുത്ത് അവരുടെ ബാഗുകളൊക്കെ ഇടയ്ക്ക് ഒന്ന് പരിശോധിച്ച് അവരോട് സ്നേഹത്തോടെ പെരുമാറി അവരെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മളുടെ കുഞ്ഞുങ്ങളാണ്, അവർക്ക് തെറ്റുകൾ പറ്റാം, അവരെ തള്ളിക്കളയാൻ സാധിക്കില്ല, അവരെ നമ്മളൊപ്പം തന്നെ നിർത്തിക്കൊണ്ട് നമ്മുടെ കുടുംബത്തിൻ്റെ വളർച്ചയ്ക്ക്, ഭാവി തലമുറയ്ക്ക് വളർച്ചയ്ക്ക് അവർ നല്ലവരായി തീരണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കണം. സമൂഹത്തിന് ഉത്തമ പൗരന്മാരായി അവരെ വളർത്തിക്കൊണ്ട് വരണം എന്നുള്ള ഒറ്റ കാര്യം മാത്രമാണ് എനിക്ക് നിങ്ങളുടെ ഈ കുടുംബ കൂട്ടായ്മയിൽ നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്. കാരണം ഞങ്ങൾ കാണുന്ന കാഴ്ചകളെന്ന് വെച്ചാൽ, ഫീൽഡിൽ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളെന്ന് വെച്ചാൽ, കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെയുള്ള ഈ ലഹരി മാഫിയയ്ക്ക് അടിമപ്പെടുന്നതാണ്. നമ്മുടെ നാട്ടിൽ ഉണ്ടെന്ന് നമ്മുടെ ഈ ഇടവയിലുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഞങ്ങൾ കാണുന്ന കാഴ്ച അത്രയ്ക്ക് ഭയാനകമായൊരവസ്ഥയാണ്. എൻ്റെ കുട്ടി അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നില്ല, എൻ്റെ കുട്ടി അതിലേക്ക് പോകില്ല എന്നുള്ള ഉത്തമ വിശ്വാസം നമ്മൾക്ക് എല്ലാവർക്കുമുണ്ട്. പക്ഷേ ഒരിക്കലുമല്ല, നാളെ നമ്മുടെ വീട്ടിലേക്കും നമ്മുടെ നാട്ടിലേക്കും ഈ ലഹരി വസ്തുക്കൾ കടന്നു വരാൻ ചാൻസുകൾ ഇഷ്ടം പോലെയാണ്. ഇന്ന് നമ്മൾ പണ്ടത്തെ കാലത്ത് ഉപയോഗിക്കുന്ന ലഹരി വസ്തുക്കളൊന്നുമല്ല, രാസലഹരികളാണ് ഉപയോഗിക്കുന്നത്. അത് 48 മണിക്കൂർ വരെ ഉന്മാദ അവസ്ഥയിൽ ഇരിക്കുന്ന ലഹരി വസ്തുക്കൾ.
അതിന് ഉപയോഗം കൊണ്ട് വീണ്ടും വീണ്ടും ഉപയോഗിക്കാനുള്ള ആ തൃണ അവൻ്റെ ആ തീഷ്ണത അത്രമാത്രമുണ്ട്. നമ്മൾ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതും നല്ല വില കൊടുത്ത് വാങ്ങിക്കുന്നതുമായ പദാർത്ഥങ്ങളാണ് കുട്ടികൾ ഉപയോഗിക്കുന്നത്. അത് അവർ എവിടെ കിട്ടുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ കൃത്യമായ കാര്യം പറയുന്നില്ല. പക്ഷേ സമൂഹത്തിൽ ലഹരി മാഫിയ കൃത്യമായി പിടിമുറുക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൽ നിന്ന് നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം ഇടവക കൂട്ടായ്മയ്ക്കുണ്ട്, കുടുംബ കൂട്ടായ്മകൾക്കുണ്ട്. ഇത്തരത്തിലുള്ള കുടുംബ കൂട്ടായ്മകൾ ആ കാര്യത്തിലുള്ള ശ്രദ്ധ പതിപ്പിക്കണമെന്ന് മാത്രം ഞാൻ അപേക്ഷിക്കുകയാണ്. ഈ ഇടവക ദിനത്തിന് ഒത്തിരി ആൾക്കാരുടെ കഷ്ടപ്പാടുകൾ ഉണ്ട്. ഒത്തിരി പല പരിശ്രമങ്ങൾ നടത്തിയിട്ടാണ് ഇങ്ങനെ ഇത് വിജയത്തിലേക്ക് വരുന്നത്. അപ്പോൾ അവർ ഈ കലാപരിപാടി അവതരിപ്പിക്കുന്ന ആൾക്കാരായിട്ട്, സമ്മാനം കിട്ടിയ ആൾക്കാരായിട്ട് എല്ലാവരെയും പ്രത്യേകം അനുമോദിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ജോണി ചേട്ടാ. എന്തിനും ഏതിനും നമ്മുടെ ഇടവകയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകുന്ന വലിയ മഠത്തിലെ മദർ സിസ്റ്റർ കാതറിൻ SABSനെ ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട വികാരിയച്ച, ബഹുമാനപ്പെട്ട കൊച്ചച്ച, വേദിയിലുള്ള അതിവിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുങ്ങളെ, 118 സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഇത് കർത്താവ് തന്ന ദിവസമാണ്, നമുക്ക് സന്തോഷിച്ച് ആനന്ദിക്കാം. ഈശോയ്ക്ക് വഴിയൊരുക്കാൻ വന്ന സ്നാപക യോഹന്നാൻ്റെ നാമത്തിലുള്ള വടകര ഇടവക പള്ളിയിലെ ഈ ഇടവക അംഗങ്ങളായ നമ്മെ സംബന്ധിച്ച് എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഇന്ന് വളരെ സന്തോഷത്തിൻ്റെ ദിവസമാണ്. നമ്മളിവിടെ സ്നേഹത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ ദിനത്തിനായി നമ്മൾ വളരെയേറെ ദിവസങ്ങളായി ഒരുങ്ങുകയും കാത്തിരിക്കുകയുമായിരുന്നു. പ്രിയമുള്ളവരെ, ഈ കൂട്ടായ്മ ഇത് വെറും ഒരു കൂടിച്ചേരലല്ല. ഇത് ഈ ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ചൈതന്യത്തിലേക്കുള്ള ഒരു മടക്കയാത്രയാണ്. അപ്പസ്തോല പ്രവർത്തനം 2:42 ഇപ്രകാരം പറയുന്നുണ്ട്: അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കെടുത്തിരുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിയച്ചനും കൊച്ചച്ചനും ഈ കാര്യങ്ങളിലെല്ലാം വളരെയേറെ ശ്രദ്ധിച്ച് നമ്മുടെ ഇടവകയെ ഇപ്പോൾ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കൂട്ടായ്മയാണ് ഒരു സഭയുടെ മുഖമുദ്ര. ഇടവകയുടെ ഇടയനോട് ചേർന്ന് ഇടവകയിലെ മറ്റംഗങ്ങളോടും കൂട്ടായ്മയില്ലാത്ത ഒരു ക്രിസ്ത്യാനിയുടെ ആധ്യാത്മികത അപൂർണമാണ്. ഈ കൂട്ടായ്മയാണ് നാം ഇന്നിവിടെ ആചരിക്കുന്നത്. പ്രാർത്ഥന, പ്രബോധനം, അപ്പം മുറിക്കൽ എന്നിവയെല്ലാം ഈ കൂട്ടായ്മയിൽ നമ്മൾ ആചരിക്കുന്നു. ഈശോ തൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടായ്മ നിലനിർത്താൻ വേണ്ടി പ്രാർത്ഥിച്ചത് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ, ഇന്നത്തെ സാഹചര്യത്തിൽ ഇടവക കൂട്ടായ്മകൾ പോഷിപ്പിക്കുന്നതിനും നിലനിർത്തുന്നതിനും ഏറ്റവും നല്ലൊരു ഉപാധിയാണ് ഇടവക ദിനാഘോഷങ്ങൾ. കുട്ടികളും പ്രായമുള്ളവരും വയോധികർ വരെ എല്ലാവർക്കും പങ്കെടുക്കാനും ആസ്വദിക്കാനുമുള്ള ഒരവസരം ഈ വേദി ഇവിടെ ഒരുക്കുകയാണ്. നമ്മുടെ ഇടവക ദിനം നാം ആഘോഷിക്കുമ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ എല്ലാം നന്ദിപൂർവ്വം നാം അനുസ്മരിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട വികാരിയച്ചനും കൊച്ചച്ചനും നമുക്ക് നൽകുന്ന ശക്തമായ പ്രോത്സാഹനവും നേതൃത്വവും ഏറ്റവും പ്രശംസനീയമാണ്. ഒപ്പം യോഗപ്രതിനിധികൾ, കൈക്കാരന്മാർ, ഭക്തസംഘടനാ ഭാരവാഹികൾ, ഇടവക ജനങ്ങൾ എല്ലാവരെയും നന്ദിപൂർവ്വം ഓർക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. ഏതൊരു കൂട്ടായ്മയും പൂർത്തിയാകുന്നത് ഒരു സ്നേഹവിരുന്നോടുകൂടിയാണ്. ഇവിടെയും ഒരു സ്നേഹവിരുന്ന് നമ്മെ കാത്തിരിപ്പുണ്ട്. ബഹുമാന വികാരിയച്ചന്
നമ്മളെ നല്ല നല്ല ഭക്ഷ്യവിഭവങ്ങൾ കഴിപ്പിക്കുന്നതിലൊക്കെ വളരെയേറെ താല്പര്യമുള്ള ആളാണ്. മക്കളെ നല്ല വിഭവങ്ങൾ നൽകി പോഷിപ്പിക്കുന്ന ഒരു പിതാവിനെ പോലെ ഈ സ്നേഹവിരുന്നിലും പങ്കെടുത്ത് ഈശോ പറഞ്ഞതുപോലെ നമ്മുടെ സന്തോഷം നമുക്ക് പൂർത്തിയാക്കാം. ഈ ഇടവക ദിനത്തിൻ്റെ പ്രാർത്ഥനാപൂർവമായ ആശംസകളും ഏവർക്കും നേർന്നുകൊണ്ടും നമ്മുടെ ഇടവകയുടെ കൂട്ടായ്മ നിരന്തരം ശക്തിപ്പെടട്ടെ എന്നാശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി.